ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇഗ്നു അഡ്മിഷൻ സൈക്കിളിനെ കുറിച്ചാണ്. അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ഫീസ് എപ്പോഴാണ് അടയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇഗ്നുവില് വർഷത്തിൽ 2 തവണയാണ് അഡ്മിഷൻ വരുന്നത്. ഒന്ന് ജനുവരി സെഷനും പിന്നെ ഒന്ന് വരുന്നത് ജൂലൈ സെഷനും. അപ്പോൾ ജനുവരി സെഷൻ കഴിഞ്ഞു, ഇപ്പൊ നടക്കുന്നത് ജൂലൈ സെഷൻ ആണ്. ജൂലൈ 15 ആയിരുന്നു ഇഗ്നുവില് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ആ ഒരു ഡേറ്റിനുള്ളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തവർക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരു അവസരം കൂടി ഇഗ്നു തരുന്നുണ്ട്. അതായത് ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവർക്കും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ട് ഓഗസ്റ്റ് 16 വരെ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇഗ്നുവിന്റെ അഡ്മിഷൻ സെഷനെ പറ്റി പറയാനുള്ളത്. ഇനി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ വലിയ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനോ ഡിപ്ലോമ കോഴ്സിനോ ഡിഗ്രി കോഴ്സിനോ ഒക്കെയാണ് അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ +2 ലെവൽ വരെയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് 10th സർട്ടിഫിക്കറ്റ് വേണം, +2ന്റെ സർട്ടിഫിക്കറ്റും വേണം. ഇതെല്ലാം വേണ്ടത് സർട്ടിഫിക്കറ്റ് ആണ്, മാർക്ക് ലിസ്റ്റ് അല്ല. അതായത് നിങ്ങളുടെ 10th +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇനി ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കോപ്പി ആയാലും മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയും വേണം, നിങ്ങളുടെ സൈനും വേണം. ഫോട്ടോ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ബാക്ക് ക്യാമറയിൽ എടുത്ത ഫോട്ടോയോ ആയിരിക്കണം. അതായത് സെൽഫി ഒഴികെ ഏത് ഫോട്ടോ ആയാലും കുഴപ്പമില്ല. അതുപോലെ സിഗ്നേച്ചർ വരയില്ലാത്ത ഒരു പേപ്പറിൽ നിങ്ങൾ സൈൻ ഇട്ടിരുന്നാല് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടെന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൽ ID, ഫോൺ നമ്പർ വേണം. പിന്നെ വേണ്ടത് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ് ആണ്, അതായത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ്. ഈ പെർമനന്റ് അഡ്രസ്സ് എന്തിനാണെന്ന് വെച്ചാല് ആ അഡ്രസ്സിലായിരിക്കും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വരുന്നത്. പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ആണ്. ഇതിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജാതി തെളിയിക്കാനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അത് SC, ST, OBC, നോൺ ക്രീമി ലെയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. കാരണം ഫ്യൂച്ചറിലേക്ക് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. ഇനി വേണ്ടതാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. അതും SC, ST സ്റ്റുഡൻസിന് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് മെയിൻ ആയിട്ടും നിങ്ങൾ ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കാൻ ടൈമിൽ അപ്ലോഡ് ചെയ്യേണ്ടിയുള്ളത്. ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പ്രോഗ്രാമുകളൊന്നും അല്ല, മറിച്ച് PG പ്രോഗ്രാമുകളോ PG ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ PG സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ ആണെങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൂടി, അതായത് നിങ്ങളുടെ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും ഒന്നുകൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ടൈമിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇനി ഒരു കേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ പറയും ഡിഗ്രി എക്സാം കഴിഞ്ഞു നിൽക്കുവാണ്, ഇനി PGക്ക് ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെ പറ്റില്ല. എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് PG അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഡിഗ്രി പാസ്സായ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇഗ്നുവിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് നോക്കി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ചെയ്തതിനു ശേഷം അവർ ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ഫീസ് ആണ് പറയുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കഴിയുമ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഇഗ്നു ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്